വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അങ്ങനെ ഇതാ നമ്മൾ കാത്തിരുന്ന നമ്മുടെ ഓണം എക്സാം എത്തിയിരിക്കുകയാണ്. നമ്മുടെ മാത്സ് എക്സാം ആണ് നിങ്ങൾക്ക് അടുത്ത് വരാൻ പോകുന്നത്. സോ യെസ്, അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്, പ്രധാനമായിട്ടും നമ്മൾ നോക്കിയിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിക്കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് പരീക്ഷയാണ് അല്ലെ, ഫസ്റ്റ് ടേം എക്സാം ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയതിന് ശേഷമുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നത്തെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ സിലബസിലായിരിക്കും നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു കൺസേൺ എല്ലാം നമുക്കറിയാം, അതൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല പോലെ പഠിച്ചാൽ മാത്രം മതി, അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ യെസ്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കണ്ടു നോക്കാല്ലേ എന്താണ് ആ ഒരു ചോദ്യം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. കംപ്ലീറ്റ് ദ പാറ്റേൺ ഗിവൺ ബിലോ. ചുവടെ തന്നിരിക്കുന്ന പാറ്റേൺ പൂർത്തിയാക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ് കേട്ടോ. നിങ്ങൾ നോക്കിക്കേ, ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 2000, 4000, 6000 എന്നിങ്ങനെ പോകുന്ന സംഖ്യകളാണ് അല്ലെ. അപ്പോൾ ഓരോ സംഖ്യകളും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് രണ്ട് സംഖ്യകളിലെ ഫസ്റ്റ് രണ്ട് നമ്പേഴ്സ് എടുത്തു നോക്കാം. അവര് തമ്മിൽ എന്താണ് കൂടുന്നത്, എന്താണ് അവർ തമ്മിലുള്ള ബന്ധം എന്ന് കണ്ടുപിടിക്കുക. അത്രമാത്രം ചെയ്താൽ മതി അല്ലേ. അപ്പൊ 2000-നോട് വീണ്ടും 2000 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് 4000 കിട്ടുക അല്ലെ. 2000-നോട് പ്ലസ് 2000 ചെയ്യുമ്പോഴാണ് നമുക്ക് 4000 കിട്ടുക. വീണ്ടും പ്ലസ് 2000 ചെയ്യുമ്പോഴാണ് നമുക്ക് 6000 കിട്ടുക. വീണ്ടും പ്ലസ് 2000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, യെസ് 8000 കിട്ടും. പിന്നെ 10,000 ആണ് നമുക്ക് കിട്ടുക. അതിനോടും 2000 2000 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 12,000 അഥവാ 12,000 നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് 6500, 7000, 7500 എന്ന് പറഞ്ഞിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, 6500 7000 ആവാൻ എന്താ വേണ്ടത്, 500 ആഡ് ചെയ്താൽ മതി അല്ലെ. 500 അതിനോട് കൂട്ടിക്കൊടുത്താൽ മതി. അതുപോലെ ഇവിടെ നോക്കണം, 7000 7500 ആവാനോ, അവിടെയും 500 ആണ്. അങ്ങനെയെങ്കിൽ അടുത്ത സംഖ്യ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, 7500-നോട് 500 ആഡ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ എത്രയായി, 8000 ആയി. ഇനി അടുത്തതോ, വീണ്ടും നമ്മൾ 500 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് 8500 കിട്ടും. വീണ്ടും 500 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 9000 കിട്ടും. സെറ്റ് അല്ലേ. ഇതുപോലെയാണ് നമ്മൾ പാറ്റേണുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ചെയ്തിരിക്കേണ്ടത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ. അടുത്ത നമുക്ക് നോക്കാം, 4050, 5050, 6050, 4050, 5050, 6050. ഇവിടെ കൂടുന്നത് എന്താടാ, നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ 1, 10, 100, 1000 ഇതിൽ ഏതൊക്കെയാണ് കൂടുന്നത്, ആകെ 1000-ന്റെ സ്ഥാനത്തുള്ളത് മാത്രമാണ് കൂടി വരുന്നത് അല്ലേ. അപ്പൊ എന്ത് ചെയ്താൽ മതി, യെസ് 1000 ആണ് കൂടുന്നതെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, രണ്ട് സംഖ്യകളും എടുക്കുക, എന്നിട്ട് ഒന്ന് മൈനസ് ചെയ്ത് നോക്കുക. 5015, 4015 കൂടെ ഒന്ന് കുറച്ച് നോക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, നമുക്ക് 5 - 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 അല്ലേ. അപ്പൊ 1000 ആണ് കൂടുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇവിടെ 1000 കൂടി, ഇവിടെയും 1000 കൂടി. ഇനി അപ്പുറത്ത് 1000 കൂടി കഴിഞ്ഞാൽ എത്ര കിട്ടും, 6050 പ്ലസ് 1000 എന്ന് പറയുന്നത് 7050 ആണ്. ഇനിയും അതിനോട് 1000 കൂട്ടിക്കഴിഞ്ഞാലോ നമുക്ക് 8050 കിട്ടും. വീണ്ടും 1000 കൂട്ടിക്കഴിഞ്ഞാൽ 9050 കിട്ടും. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഇങ്ങനെ നമ്പറുമായി ബന്ധപ്പെട്ട ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് സംഖ്യകളോട് കൂട്ടാനായിരിക്കും, അല്ലെങ്കിൽ സംഖ്യകളോട് കുറയ്ക്കാനുള്ളതായിരിക്കും കിട്ടുന്നുണ്ടാവാം. എന്തായാലും പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാളത്തെ നമ്മുടെ പരീക്ഷയ്ക്ക് കേട്ടോ. അതുപോലെ ഒരു ചോദ്യം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. യെസ്, ഇതാണ് നമ്മുടെ ചോദ്യം. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും അറിയാതെ നാളത്തെ എക്സാമിന് പോകരുത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലേ. 8546 8546 എന്ന് പറയുന്നത് 8546 ഇങ്ങനെ എഴുതാൻ അറിയാത്തവരുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞുതരാം. ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന ഒരു കാര്യമുള്ളൂ മക്കളെ. ഇതെന്താടാ, ഇത് 1's പ്ലേസ് അഥവാ 1ന്റെ സ്ഥാനം. ഇത് 10's പ്ലേസ് അഥവാ 10ന്റെ സ്ഥാനം. ഇത് 100's പ്ലേസ് അഥവാ 100ന്റെ സ്ഥാനം. ഇത് 1000's പ്ലേസ് അഥവാ 1000ന്റെ സ്ഥാനം അല്ലേ. ഇനി എന്ത് ചെയ്താൽ മതി, ഇനി നേരെ എഴുതിയാൽ മതി. 8
8 ആയിരങ്ങൾ കൂടിയതാണ് 8000. അതുപോലെ 5 നൂറുകൾ കൂടിയതാണ് 5 നൂറുകൾ കൂടിയതാണ്. അതുപോലെ ഇവിടെയോ 4 10കൾ ചേർന്നതാണ്, ഇവിടെയോ 6 ഒന്നുകൾ ചേർന്നതാണ്. ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം അല്ലേ? അപ്പൊ നേരെ നമുക്ക് ആൻസർ കിട്ടുന്നതാണ് 6 ones അഥവാ 6 ഒന്നുകൾ, 4 tens അഥവാ 4 10കൾ, 5 hundreds അഥവാ 5 നൂറുകൾ, 8 thousands അഥവാ 8 ആയിരങ്ങൾ എന്ന് കിട്ടും. അടുത്തതോ 4218. എത്ര നൂറുകളും എത്ര ഒന്നുകളും കൂടിയതാണ് എന്ന് നോക്കിയാൽ മതി. മക്കളെ, ഒരു ഈസി വഴി മിസ് പറഞ്ഞുതരാം. എത്ര നൂറുകൾ കൂടിയതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? തന്നിരിക്കുന്ന സംഖ്യയിൽ നിന്ന് 2, 100ന് എത്ര പൂജ്യമാണ്? 100ന് 2 പൂജ്യമാണ്. അപ്പോ 2 പൂജ്യങ്ങൾ മാറിയിട്ടുള്ള നമ്പർ എടുക്കാം. അപ്പോ ഇവിടെ ആയിരിക്കും, ഈ ഒരു നമ്പർ ആയിരിക്കും നമ്മുടെ നൂറുകളുടെ നമ്പർ അല്ലേ? അപ്പൊ അത് എത്രയാണ്? 42, 42 നൂറുകളാണ്. ഇനി ഒന്നുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? യെസ്, ഇവിടെ നമുക്ക് 4200യും അതുപോലെ 18 കൂടെ കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് ഈ ഒരു സംഖ്യ കിട്ടുക അല്ലെ? 4218 എന്ന് പറഞ്ഞ സംഖ്യ. അപ്പൊ 42 നൂറുകൾ ഉള്ളതാണ് നമ്മൾ എഴുതി കഴിഞ്ഞു. അങ്ങനെങ്കിൽ ബാക്കി എത്രയാണ്? 18 ഒന്നുകൾ അഥവാ 18 ones കൂടിയതാണ് നമ്മുടെ ഈ ഒരു നമ്പർ എന്ന് പറയാം. ഇനി അടുത്തത് എന്താണ്? നിങ്ങൾ നോക്കിക്കേ, 3000, 800, 2 10, 1 1 അല്ലേ? ഇതിനെ നമുക്ക് എന്താക്കി എഴുതാം? യെസ്, നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 3821 ആണ് നമ്മുടെ നമ്പർ എന്ന് ഈസി ആയിട്ട് കിട്ടും. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റി ആരും മിസ് ചെയ്യരുത്. അടിപൊളിയായിട്ട് എക്സാമിന് പഠിക്കാം. സോ യെസ്, ഓൾ ദി ബെസ്റ്റ് നിങ്ങളുടെ നാളത്തെ എക്സാമിന് വേണ്ടി. ഇനിയും ഒരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ.